ഇപ്പോൾ മഴക്കാലമാണ്, പക്ഷേ ആണെങ്കിൽ കുറച്ച് പെയിൻറ് അടിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. സമയം കിട്ടിയപ്പോൾ അങ്ങ് അടിച്ചു. ഇപ്പോഴാണെങ്കിൽ ഫുൾ ടൈം മഴയാണ്, പക്ഷേ ചില സമയത്ത് മഴ മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കയറി അങ്ങ് അടിച്ചു. നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് നമ്മൾ 3 പാനലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ KSEBിയുടെ സഹായമില്ലാണ്ട് ഇൻഡക്ഷൻ മോട്ടർ, AC തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തപ്പോഴേ കുറച്ച് കമ്പിക്ക് നമുക്ക് പെയിന്റ് അടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ അങ്ങ് അടിക്കുകയാണ്. ആദ്യം നമ്മൾ അടിക്കുന്നത് എഫോക്സി മെറ്റൽ പ്രൈമറാണ്. ഇതിപ്പോൾ നമ്മുടെ പാലക്കാടുള്ള ഒരു ടെഫ് എന്നുള്ള കമ്പനിയുടെ എഫോക്സി പ്രൈമറാണ്. ഇതിപ്പോൾ ഒരു സിംഗിൾ പാക്ക് എഫോക്സി പ്രൈമറാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രൈമർ അടിക്കാൻ സാധിക്കും. അത് ആർക്കും അടിക്കട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഒരു കമ്പിക്കാണെങ്കിൽ എഫോക്സി പ്രൈമർ അടിച്ചു കഴിഞ്ഞാലേ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ തുരുമ്പൊടിക്കാനുള്ള ചാൻസ് കുറവുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് അടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അടിക്കാൻ സാധിക്കും. പെയിൻറ്റ് നല്ല സ്മൂത്തായിട്ട് അടിക്കാൻ സാധിക്കും. ഈ സിംഗിൾ പാക്ക് എഫോക്സി പ്രൈമറൊക്കെ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് അടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിത് അടിക്കുമ്പോൾ റോളർ ഉപയോഗിച്ച് അടിക്കാൻ നോക്കുക, ബ്രഷ് ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം അടിച്ച് കഴിയുമ്പോൾ ആ റോളർ പോയി കഴിഞ്ഞാൽ അത് മാറ്റി പുതിയത് ഇട്ട് അടിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ റോളറിൻ്റെ ഒരു പഞ്ഞ് പോലത്തെ തുണി പോലത്തെ സാധനമൊക്കെ പറഞ്ഞ് പോന്നിട്ടാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മളെ പെയിൻറ്റ് അടിക്കുന്ന സമയത്താണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് റോളർ ഉപയോഗിച്ച് അടിക്കുമ്പോഴാണ് സാധിക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സിംഗിൾ പാക്കിലാണെങ്കിൽ നമുക്ക് ടിന്നറാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 15% ഏകദേശം ഒരു നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് ഒഴിച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മുടെ മിക്സിങ് കുറഞ്ഞു പോകരുത്. മാക്സിമം നമുക്ക് പറ്റുന്ന അത്ര രീതിയിൽ മിക്സ് ചെയ്തിട്ട് ശരിക്കും ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ റോളർ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് പെയിൻ്റ് അടിക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ കാണുന്ന പോലെ. പിന്നെ നല്ല ചൂടുള്ള സമയത്ത്, സൂര്യപ്രകാശമുള്ള സമയത്തൊക്കെ അടിക്കുകയാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത് കയ്യിൽ. അല്ലെങ്കിൽ ചിലരുടെ കയ്യിലൊക്കെ ഒരു ചൂട് ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പറ്റിയാലും എനിക്കങ്ങനെ തോന്നാറില്ല. പിന്നെ ഈ എപ്പോക്സി പ്രൈമർ നിങ്ങൾ അടിക്കുകയാണെങ്കിലേ ഒരു കാര്യം നോക്കാം, മാക്സിമം നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്ന അത്ര സമയം ഉണ്ടെങ്കിൽ മാത്രം അടിക്കുക. കാരണം ഇത് അടിച്ചതിന് ശേഷമാണെങ്കിൽ ഈ റോളർ കളയേണ്ടി വരും. പിന്നെ അടുത്ത പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് കിട്ടില്ല. ടിന്നർ ഉപയോഗിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് റോളർ വെച്ച് അടിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ പെയിൻറ്റിങ് തീരുന്നതായിരിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അടിക്കാൻ സാധിക്കും. എല്ലാ സ്ഥലത്തും ഓടിച്ച് എത്തിക്കുക എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു കൈ ഉപയോഗിച്ച് ക്യാമറ പിടിക്കുന്നതുകൊണ്ട് കുറച്ച് വൃത്തി കുറവൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പെയിൻ്റ് അടിക്കുന്ന സമയത്താണെങ്കിലേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അടിക്കാവുന്ന കേസേ ഉള്ളൂ. ഈ റോളർ ഉപയോഗിച്ച് അടിക്കുമ്പോൾ, ബ്രഷ് ഉപയോഗിച്ച് അടിക്കുമ്പോൾ എന്തായാലും ഈ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാനിവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റായിട്ടാണ് അടിക്കുന്നത്. ഞാൻ കുറേ കാലമായിട്ട് പെയിൻ്റ് അടിക്കാറുണ്ട്. നമുക്കങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ക്യാമറ വെച്ച് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആണെങ്കിൽ അവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് അടിക്കുമ്പോൾ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇതിപ്പോൾ എൻ്റെ വീടാണെങ്കിൽ 550 വാട്ട്സിൻ്റെ 6 സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ആ ഒരു 6 പാനലും കൂടെ കൂടി വരുമ്പോൾ നമുക്ക് 3 കിലോ വാട്ടിൽ കൂടുതലായി. രാത്രിയിൽ നമുക്ക് ബാക്കപ്പ് ലഭിക്കാൻ വേണ്ടി ഒരു 11 കിലോ വാട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ടൈം നമ്മൾ KSEB ഇല്ലാണ്ടാണ് എൻ്റെ വീട്ടിൽ ഓടുന്നത്. അത് AC മുതൽ സകല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ താമസിക്കാണ്ട് ചെയ്യുന്നതായിരിക്കും. ഉടൻ തന്നെ ചെയ്യാം കേട്ടോ, വലിയ താമസമില്ലാണ്ട് നമ്മൾ ചെയ്യാം.